നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഉപദേഷ്ടാവായി മുൻ DGP A ഹേമചന്ദ്രനെ നിയമിക്കും. നിയമന ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. 1986 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥരാണ് ഹേമചന്ദ്രൻ. 2020 മെയിലാണ് ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ മേധാവിയായി ഹേമചന്ദ്രൻ വിരമിച്ചത്. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച സോളാർ കേസ് അന്വേഷിച്ച SITയുടെ മേധാവിയായിരുന്നു ഹേമചന്ദ്രൻ. ഏതായാലും അദ്ദേഹത്തെ തന്നെ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഉപദേഷ്ടാവായി നിയമിക്കുന്നു എന്നുള്ളതിന്റെ ചില കാര്യങ്ങൾ പരിശോധിക്കാം. കാക്കിക്കുള്ളിലെ കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടെത്താൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല CIDകളെ ചുമതലപ്പെടുത്തുമോ എന്നറിയാൻ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് കേരളം. ഇന്നലെ കിഴക്കമ്പലം മലയിടം തുരുത്തിൽ കോടതി ഉത്തരവ് പ്രകാരം പോലീസുകാർ പാവപ്പെട്ടവരെ കുടിയൊഴിപ്പിക്കാനെത്തിയ സംഭവം ആഭ്യന്തരമന്ത്രിക്ക് മുന്നിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് വെല്ലുവിളിയായിരുന്നു. VD സതീശൻ സർക്കാരിന്റെ ആദ്യ ദിവസം മുതൽ ലക്ഷ്യമിട്ട് നീങ്ങണമെന്ന CPM തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ നടന്നത്. 10 കൊല്ലം കേരളം ഭരിച്ച സർക്കാർ കണ്ടില്ലെന്ന് നടിച്ച കുടിയൊഴിപ്പിക്കലാണ് പോലീസിന്റെ സഹായത്തോടെ കഴിഞ്ഞ ദിവസം നടപ്പാക്കാൻ ശ്രമിച്ചത്. ബലപ്രയോഗത്തിന് പിന്നിൽ CPM വിശ്വാസികളായ പോലീസുകാരാണെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് പോലീസ് നടപടികൾ നിർത്തിവെച്ച് മടങ്ങിയത്. അരനൂറ്റാണ്ടായി തുടരുന്ന ഭൂമി തർക്കത്തിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാനാണ് അധികൃതർ എത്തിയത്. 15ാം തവണയാണ് ഇവിടെ ഒഴിപ്പിക്കൽ ശ്രമം നടക്കുന്നത്. 14 തവണയും CPM സർക്കാർ കുടിയൊഴിപ്പിക്കൽ അട്ടിമറിച്ചു. കുടിയൊഴിപ്പിക്കൽ നീക്കത്തിനിടെ സമരക്കാരിൽ ഒരാൾ തലയിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതോടെയാണ് സ്ഥിതിഗതികൾ വഷളായത്. ഇതോടെ പോലീസ് സമരപന്തലിന് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനും പോലീസ് ശ്രമിച്ചു. നിലവിൽ CPM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച സംഭവ സ്ഥലത്ത് എത്തി. ഇതിൽ നിന്നും പോലീസിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായി. മലയിടം തുരുത്തിലെ ഭൂമിയുടെ ഉടമസ്ഥതയെ ചൊല്ലി കഴിഞ്ഞ 50 വർഷത്തോളമായി തർക്കം നിലനിൽക്കുകയാണ്. കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന് അഡ്വക്കേറ്റ് കമ്മീഷണർ, റവന്യൂ കോടതി അധികൃതർ എന്നിവർ വൻ പോലീസ് സന്നാഹത്തോടെയാണ് സ്ഥലത്തെത്തിയത്. പ്രദേശത്തെ ഭൂമി സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് ഒരു വിഭാഗം അവകാശപ്പെടുമ്പോൾ തങ്ങൾ തലമുറകളായി താമസിക്കുന്ന മണ്ണിൽ നിന്നും ഒരടി പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. അഭിഭാഷക കമ്മീഷൻ സ്ഥലത്തെത്തി ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ കൂട്ടത്തോടെ തടയുകയായിരുന്നു. മലയിടം തുരുത്തിൽ ദളിത് കുടുംബങ്ങൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമം രാഷ്ട്രീയ വിഷയമായി ഉയർത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് CPM. വിഷയത്തിൽ പ്രതിഷേധിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. രാജീവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന പ്രതിഷേധ പരിപാടി ഇന്ന് മലയിടം തുരുത്തിൽ നടക്കും. അതേസമയം ബലപ്രയോഗം പാടില്ലെന്ന കർശന നിർദ്ദേശമുണ്ടായിട്ടും എന്തുകൊണ്ട് പോലീസ് നടപടി ഉണ്ടായെന്ന കാര്യത്തിൽ ആലുവ റൂറൽ SP ഇന്ന് എറണാകുളം റേഞ്ച് IGക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഇത് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾക്കെതിരെ ഇന്നലെ രാവിലെ മുതൽ തന്നെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാലൻ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തിന് മുന്നോട്ടു പോകാനായില്ല. തുടർന്ന് പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാൻ പോലീസ് നടത്തിയ ശ്രമങ്ങൾ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തതോടെ വിഷയം വാർത്താ പ്രാധാന്യം നേടുകയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. അടിയന്തരമായി കുടിയൊഴിപ്പിക്കൽ നടപടികൾ നിർത്തിവെക്കാൻ അദ്ദേഹം കൊച്ചി പോലീസിന് നിർദ്ദേശം നൽകി. ഇതോടെ പോലീസ് പ്രദേശത്ത് നിന്ന് പിൻവാങ്ങി. ഭൂമിയുടെ ഉടമസ്ഥതയെ ചൊല്ലി അരനൂറ്റാണ്ടായി തുടരുന്ന തർക്കമാണിത്. കോടതി ഉത്തരവ് നടപ്പാക്കാൻ 15ാം തവണയാണ് അധികൃതർ ശ്രമിക്കുന്നതെങ്കിലും പ്രതിഷേധം മൂലം എല്ലാ തവണയും നടപടികൾ പരാജയപ്പെടുകയായിരുന്നു. കിഴക്കമ്പലം മലയിടം തുരുത്ത് നടക്കാവ് പാരിയാത്തുകാവ് കോളനിയിലെ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ഔദ്യോഗിക നീക്കത്തിനെതിരെ പ്രദേശത്ത് ജനകീയ പ്രതിഷേധം കനക്കുന്നു. ഇത്തവണ റവന്യൂ ഉദ്യോഗസ്ഥർക്കൊപ്പം കനത്ത പോലീസ് സന്നാഹവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇത് പ്രദേശത്ത് വലിയ തോതിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾക്കും കനത്ത തർക്കങ്ങൾക്കും കാരണമായേക്കുമെന്നും ആശങ്ക ശക്തമാക്കിയിട്ടുണ്ട്. വർഷങ്ങളായി തലമുറകളായി മണ്ണിൽ ജീവിച്ചു പോരുന്ന കുടുംബങ്ങളെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ച് ഭൂമി അളന്നു തിരിക്കാനായി 2023 സെപ്റ്റംബർ 7 കോടതി കമ്മീഷൻ ആദ്യമായി ഇവിടെ എത്തുന്നത്. എന്നാൽ അന്ന് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ അതിശക്തമായ പ്രതിരോധത്തെ തുടർന്ന് നടപടികൾ പൂർണ്ണമായി നിർത്തിവെച്ച് കമ്മീഷനും
മടങ്ങേണ്ടി വന്നിരുന്നു. അതിനുശേഷം ജനപ്രതിനിധികളുടെയും വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളുടെയും നേതൃത്വത്തിൽ 14 തവണ കൂടി കമ്മീഷൻ സ്ഥലത്തെത്തിയെങ്കിലും നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം മൂലം ഒരു ഘട്ടത്തിലും അളവ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ മാർച്ചിലായിരുന്നു കമ്മീഷന്റെ അവസാന സന്ദർശനം. ഇത്തവണ 16ാമത്തെ തവണയാണ് കമ്മീഷൻ കുടിയൊഴിപ്പിക്കൽ ലക്ഷ്യമിട്ട് കോളനിയിലേക്ക് എത്തുന്നത്. കമ്മീഷന്റെ സന്ദർശന വേളയിൽ ഉണ്ടായേക്കാവുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധ സാധ്യതകൾ മുൻകൂട്ടി കണ്ട് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ കോളനി പരിസരത്ത് ഒരുക്കിയത്. മുൻപ് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടുകാരായ 48 പേർക്കെതിരെ പോലീസ് ഇതിനോടകം തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തവണ അളവ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ നേരിടാൻ മുൻകരുതൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് പോലീസ് കടന്നു. തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന നിലപാടിലാണ് കോളനി നിവാസികൾ. ഒരു ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർത്ത മണ്ണിൽ നിന്നും യാതൊരുവിധ പുനരധിവാസ മാർഗങ്ങളും ഉറപ്പാക്കാതെ തങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടാനുള്ള നീക്കം അനുവദിക്കില്ലെന്നും കോളനി നിവാസികൾ പറയുന്നു. കുട്ടികളും വയോധികരും അടങ്ങുന്ന 7 നിർധന കുടുംബങ്ങൾക്ക് അന്തി ഉറങ്ങാൻ സുരക്ഷിതമായ മറ്റൊരു സ്ഥലം നൽകിയതിനു ശേഷം മാത്രമേ ഈ കുടിയൊഴിപ്പിക്കൽ നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കാവൂ എന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. വർഷങ്ങളായി തുടരുന്ന ഈ ഭൂമി തർക്കത്തിൽ പാവപ്പെട്ട പട്ടികജാതി കുടുംബങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരും റവന്യൂ വകുപ്പും അടിയന്തരമായി ഇടപെടണമെന്നാണ് കോളനി നിവാസികളുടെ കണ്ണീരോടെയുള്ള അപേക്ഷ. അന്ന് കളമശ്ശേരി MLAയും നിയമമന്ത്രിയുമായിരുന്ന P. രാജീവിന്റെ ശക്തമായ പ്രതിരോധത്തിലാണ് കുടിയൊഴിപ്പിക്കൽ റവന്യൂ വകുപ്പും പോലീസും നടത്താതിരുന്നത്. രാജീവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ പുതിയ സർക്കാരിനെതിരെ തുരുമ്പിച്ച വാൾ ശക്തിയുക്തം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. കുടിയൊഴിപ്പിക്കാൻ വന്ന കമ്മീഷനെ CPM വിളിച്ചു വരുത്തിയെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ജില്ലയിലെ CPM പക്ഷക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നാട്ടുകാരെ നേരിടാൻ എത്തിച്ചത്. കാലാകാലങ്ങളായി CPM തുറന്നു വരുന്ന നെറികെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗം തന്നെയാണ് ഇവിടെ നടന്ന കുടിയൊഴിപ്പിക്കൽ ശ്രമം. തങ്ങൾ അധികാരത്തിലിരിക്കുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കുന്ന വിഷയങ്ങൾ പിന്നീട് ശക്തിയോടെയും കരുത്തോടെയും ഉയർത്തിക്കൊണ്ടുവരാൻ CPM ശ്രമിക്കാറുണ്ട്. പക്ഷേ അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പൊതുജനങ്ങൾ അറിയാനാണ് പതിവ്. പിണറായിയുടെ മഞ്ഞക്കുറ്റി സതീശൻ പിഴുതെറിഞ്ഞ ദിവസം തന്നെ എറണാകുളത്തിന്റെ ഹൃദയഭൂമിയിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിന് സമീപം കുടിയൊഴിപ്പിക്കൽ മേള CPM ആസൂത്രണം ചെയ്തത് മണിക്കൂറുകളുടെ ആലോചനകൾക്ക് ശേഷമാണ്. സമരക്കാരിൽ ഒരാളെ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതിന് പിന്നിലും ചില സംശയങ്ങളുണ്ട്. മഞ്ഞക്കുറ്റി പിഴുതെറിയുമെന്ന വാർത്ത കേരളം ശ്രദ്ധിക്കാതിരിക്കാനുള്ള തന്ത്രമായിരുന്നു ഇത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവ് ആരോപണത്തിനെതിരെ CPMനുള്ളിൽ നിന്നും തന്നെ വിമർശനങ്ങൾ വരുന്നുണ്ട്. അത്തരം വിമർശനങ്ങളെ നേരിടാനുള്ള കുതന്ത്രം കൂടിയായി എറണാകുളത്തെ കുടിയൊഴിപ്പിക്കൽ. പാതി വഴിയിൽ ഉപേക്ഷിച്ച സിൽവർ ലൈൻ പദ്ധതിക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് ഇതുവരെ ചെലവിട്ടത് 75 കോടിയിലേറെ രൂപയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 11 ജില്ലകളിൽ നിന്ന് പദ്ധതിക്കായി 1221 ഹെക്ടർ ഏറ്റെടുക്കാനുള്ള നടപടികളാണ് നടന്നിരുന്നത്.